അത് നമുക്ക് ഒരു ഡിജിറ്റൽ ടൂർണിക്കറ്റ് മെഷീൻ പരിചയപ്പെടും. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ടൂർണിക്കറ്റ് മെഷീൻ വരുന്നത്. ഇത് UMS 100 എന്ന് പറഞ്ഞ മോഡലാണ്, നമ്മുടെ യൂണിവറിന്റെ മെഷീനാണ്. നമുക്ക് ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പവർ സോക്കറ്റ് വരുന്നുണ്ട്. മെഷീനിൽ നമുക്ക് ഡയറക്റ്റ് പവർ കണക്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഷീനിൽ ഇൻബിൽട്ട് റീചാർജബിൾ ബാറ്ററി ഉണ്ട്, അത് നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ ടൂർണിക്കറ്റിന്റെ കഫ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന്റെ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തായിട്ട് നമുക്ക് ചാർജിങ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ കീസും നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും കീയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 അപ്പ് ആൻഡ് ഡൗൺ കീസും അതിന്റെ ഡിഫ്ലേറ്റും ഇൻഫ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ മെഷീനിൽ നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ടൈമർ ഓഫ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് 2 രീതി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഫ് കണക്ട് ചെയ്യാം. മെഷീന്റെ ഒപ്പം തന്നെ ട്യൂബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീന്റെ ഒപ്പം തന്നെ 4 സൈസുള്ള കഫും വരുന്നുണ്ട്. അപ്പർ ലിംബ് XL വരുന്നുണ്ട്, അപ്പർ ലിംബ് ലാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോവർ ലിംബ് മീഡിയം, ലോവർ ലിംബ് സ്മോൾ, അങ്ങനെ 4 കഫാണ് നമുക്ക്. സിലിക്കൺ കഫാണ് മെഷീന്റെ ഒപ്പം തന്നെ വരുന്നത്. ഞാനിപ്പോ ഒരു കഫ് എടുത്തിട്ടുണ്ട് ജസ്റ്റ്. അതുപോലെ തന്നെ നമ്മളിവിടെ ട്യൂബ് നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. ടൂർണിക്കറ്റിന്റെ ഹോസ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഹോസ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കയ്യിലോ കാലിലോ കെട്ടുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഈ വാട്ടർ ബോട്ടിലൊന്ന് കഫ് ടൈറ്റ് ചെയ്ത് കെട്ടാണ്. നമ്മൾ ജസ്റ്റ് കഫ് വെച്ച് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ രീതിയിൽ വാട്ടർ ബോട്ടിൽ കെട്ടുന്നത്. ഓക്കെ, കഫ് ടൈറ്റ് ചെയ്തു. വെൽക്രോ നല്ല ടൈറ്റായി ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കഫിലുള്ള റിബൺ വെച്ച് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം. കഫിന്റെ എൻഡ് നമ്മൾ ഹോസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് മെഷീൻ ഓൺ ആക്കാൻ ഡിജിറ്റൽ ടൂർണിക്കറ്റിന് വേണ്ടി കാണിച്ചു. ഈ ഒരു ഭാഗം വരുന്നത് നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് വരുന്നത്. പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫ്ലേറ്റും ഇൻഫ്ലേറ്റും 2 കീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെഷീന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ, ടൈമറാണ് നമുക്ക് സമയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ കീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പവർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പം മെഷീൻ ബാറ്ററിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടെ ഒരു ബാറ്ററിയുടെ സിഗ്നൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ബാറ്ററി ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്നത് ടൈമറാണ്, ഇപ്പുറത്തെ ഭാഗത്ത് വരുന്നത് പ്രഷറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ താഴെ വരുന്നത് നമുക്ക് ടൈമിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിലും പ്രഷറിന്റെ ആണെങ്കിലും താഴെ വരുന്ന ഭാഗം വരുന്നത് സെറ്റ് പാരാമീറ്റേഴ്സ് ആണ്. നമുക്ക് സെറ്റ് ചെയ്തത് നമ്മൾ പ്രഷർ എത്രയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ പ്രഷർ സെറ്റ് ചെയ്യണം. പെൻ ഡൗൺ കീസ് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മെഷീനിൽ നമുക്ക് മാക്സിമം 450 വരെ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 300 എന്നുള്ള ഒരു പ്രഷർ സെറ്റ് ചെയ്യാവുന്നതിൽ 300 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈമർ ഇപ്പോ ഇതിൽ 40 എടുക്കുന്നത്, ജസ്റ്റ് ഒരു 30 എന്നുള്ള ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 രീതിയിലാണ് നമ്മുടെ മെഷീനിൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാം. ഒന്ന് നമുക്ക് ടൈമർ ഓഫ് ആക്കിയിട്ട് നമുക്ക് പ്രഷർ സെറ്റ് ചെയ്തു. ഞാനിപ്പോ ഒരു 300 പ്രഷർ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഞാൻ ഇൻഫ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 300 പ്രഷർ അച്ചീവ് ആവും. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഡിഫ്ലേറ്റ് കൊടുക്കുന്നത് അതുവരെ ഈ പ്രഷർ മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ടൈമർ ഓഫ് ആയിരിക്കുന്ന രീതിയിലുള്ള വർക്കിംഗ്. മാനുവലായിട്ട് നമ്മൾ ഇൻഫ്ലേറ്റ് കൊടുക്കുന്ന ഡിഫ്ലേറ്റ് ചെയ്യും. ഇനി നമുക്ക് ടൈമറോട് കൂടി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രഷറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടൈമറും സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇത് ഇൻഫ്ലേറ്റും ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ 30 സെറ്റ് ചെയ്തിട്ടുള്ളത്. മെഷീൻ ഈ 30 കൗണ്ട് ഡൗൺ ആയിട്ട് 0 വരെ താഴോട്ട് വരും. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ 29 പിന്നെ 28 അങ്ങനെ കുറഞ്ഞ് 0യിലേക്ക് എത്തും. ഈ 0യിലേക്ക് എത്തുമ്പോൾ മെഷീൻ ഒരു കണ്ടിന്യൂസ് ബീപ്പ് അലാം തരും. അതായത് നമ്മൾ 30 മിനിറ്റ് സെറ്റ് ചെയ്തത് ആയി എന്ന് മെഷീൻ കാണിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ 30 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തത് 30 ആയി കഴിഞ്ഞാൽ എത്ര സെറ്റ് ചെയ്താലും 30 60 എത്ര സെറ്റ് ചെയ്താൽ വെച്ചാൽ ആ സമയം ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബീപ്പ് അലാം തരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രഷർ 300 അല്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതേ 300 തന്നെ ഹോൾഡ് ആയിക്കൊണ്ടിരിക്കും. പ്രഷർ ഡിഫ്ലേറ്റ് ആവില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർജറി ഉദ്ദേശിക്കുന്നത് ഒരു 30 മിനിറ്റാണ് നമ്മൾ സർജറി ഉദ്ദേശിക്കുന്നത്. 30 മിനിറ്റ് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 30 മിനിറ്റ് ആയ സമയത്ത് നമ്മൾ 30 ആയി എന്നുള്ള അലാം തന്നിട്ട് ഇത് ഡിഫ്ലേറ്റ് ആവാണ് ചെയ്യുന്നതെങ്കിൽ ചില മെഷീനുകളിൽ ഡിഫ്ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇത് ഡിഫ്ലേറ്റ് ആവാണ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊസീജിയർ 30 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ ആ സാഹചര്യത്തിൽ ഡിഫ്ലേറ്റ് ആവുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 30 മിനിറ്റ് ആയി എന്ന് ഇൻഡിക്കേഷൻ കാണിക്കുകയും ചെയ്യും, എന്നാൽ ഇത് ഡിഫ്ലേറ്റ് ആവില്ല. ഡിഫ്ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫ്ലേറ്റ് പ്രസ് ചെയ്യണം. ഓക്കെ, നമ്മൾ മെഷീൻ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 എന്നുള്ളത് കൂട്ടാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു. ഇപ്പൊ ഇതിൽ 30 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 30 പോരാ എന്ന് തോന്നാണെങ്കിൽ, 30 മിനിറ്റ് പോരാ, കുറച്ചും കൂടി ടൈം കൂടുതൽ വേണ്ടി വരും എന്ന് തോന്നാണെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ എനിക്ക് ഇവിടെ 30 എന്നുള്ളത് 40ലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ ഈ ഇൻഡിക്കേഷൻ കണ്ടോ, ഈ 2 ഡോട്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ വർക്കിംഗ് ആണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ പതുക്കെ കണ്ടായി 40 എന്നുള്ളത് 39ലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞ് 00ലേക്ക് എത്തും. 00ലേക്ക് എത്തുമ്പോൾ മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് അലാം തരും. എന്നാൽ ഈ പ്രഷർ ഡിഫ്ലേറ്റ് ആവാതെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഇതിൽ നമ്മൾ 300 സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ 300ന് മുകളിലായിട്ട് കയറിയിട്ടുണ്ട് പ്രഷർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഈ 300 എന്നുള്ളത് പോരാ, നമുക്ക് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൂട്ടി ഒരു 350 ഞാൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പ്രഷർ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടൈമർ ഓഫ് ആക്കിയിടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈമർ ഓഫ് ആക്കി ഇപ്പൊ ഇവിടുത്തെ സ്റ്റോപ്പ് കൊടുത്തു. ഇപ്പൊ ഇവിടുത്തെ 2 ഡോട്ട് കാണുന്നില്ല, അതായത് ബ്ലിങ്ക് ചെയ്യുന്നില്ല. അതായത് ടൈമർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മെഷീൻ വേറെ അലാമൊന്നും വരില്ല. എത്രയാണ് പ്രഷർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രഷർ തന്നെ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴാണ് ഡിഫ്ലേറ്റ് ചെയ്യുന്നത് അതുവരെ അതേ പ്രഷർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് 2 രീതിയിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക. ഓക്കെ.